KVS ഹരിദാസ് നോക്കൂ, ഇതിപ്പോൾ കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമാണോ? 8-ാം തീയതിയാണ് കേരളത്തിന്റെ സമരം ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും. തൊട്ടു തലേന്ന് 7-ാം തീയതി കർണാടകയുടെ സമരമാണ്. അവിടെ DK ശിവകുമാറും സിദ്ധരാമയ്യൊക്കെ പോവാണ്. ഇനിയിപ്പോൾ കേരളത്തിന്റെ സമരത്തിൽ കേരളം മാത്രമാണോ പങ്കെടുക്കുക? DMK നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനമാണ് തമിഴ്നാട് ഭരിക്കുന്ന DMK ഇപ്പോൾ TR ബാലു അതിനകത്ത് പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് ഈ സഹകരണ ഫെഡറലിസത്തിന്റെ അന്തസത്ത തകർക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് ആകെയുള്ള പരാതിയാണ് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ സംസ്ഥാനങ്ങൾ വളരെ ആരോഗ്യകരമായ നിലയിൽ നിലനിൽക്കുക, ഒരു സഹകരണാത്മകമായ മനോഭാവം കേന്ദ്രം കാണിക്കുക, ഇതിങ്ങനെ പരസ്പരം കോംപ്ലിമെന്ററി ആയി പോകേണ്ട ഒരു സ്ഥിതിവിശേഷമല്ലേ ഉണ്ടാവേണ്ടത്? അതിനപ്പുറത്ത് വളരെ പ്രകടമായ പ്രതിഷേധത്തിലേക്ക് സംസ്ഥാനങ്ങൾക്ക് പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് കേവല വാചാടവും മാത്രമല്ല, ഇലക്ഷന്റെ മുമ്പ് വെറുതെ കേന്ദ്രവിരുദ്ധ വർത്തമാനം പറയുന്നത് മാത്രമല്ലല്ലോ. അല്ല അഭിലാഷേ, ഇതിലിപ്പോ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലുള്ള ആ സ്ഥിതി എന്താ? ഒന്ന് CAGയുടെ റിപ്പോർട്ടുണ്ട്. CAGയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള അവലോകനവും പരിശോധനയും കഴിഞ്ഞതിന് ശേഷമുള്ള റിപ്പോർട്ടാണ്. ദാറ്റ് വിൽ ബി ടേബിൾഡ് ഇൻ ദ പാർലമെൻറ്റ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഗവൺമെൻറ് ഒരു നിലപാടെടുക്കുന്നത്. ഈ കണക്കുകൾ മുഴുവൻ CAGയുടെ ഫൈൻഡിങ്സ് ആണ്. ഇപ്പോൾ CAG നരേന്ദ്രമോദിയുടെ ഏജൻസിയാണെന്ന് വേണമെങ്കിൽ ഇവർക്ക് പറയാം. പക്ഷേ അത് സുപ്രീം കോടതി പോയി പറഞ്ഞാൽ നടപ്പിലാകുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ളത് വസ്തുതാപരമായ കുറേ കണക്കുകളാണ്. ആ കണക്കുകൾ വച്ചിട്ടാണ് ഗവൺമെൻറ് ഒരു നിലപാടെടുക്കുന്നത്. കടം മേടിക്കേണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. കാരണം പല സംസ്ഥാനങ്ങളും കടം പിടിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടാൻ ഗവൺമെൻറ് തയ്യാറായി. ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വികസിക്കുന്ന ഒരു സമ്പദ്ഘടനയായിട്ട് മാറ്റാനും ഒക്കെയുള്ള ശ്രമമാണ് നരേന്ദ്രമോദി നടത്തിയത്. അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ആ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം കേരളം ചേരണമെന്നല്ലേ മോഡി ആഗ്രഹിക്കുന്നത്. അതിന് കേരളത്തെ ബുദ്ധിമുട്ടിക്കുകയല്ല. പക്ഷെ കേരളം വഴിവിട്ട് പെരുമാറിയാൽ നിയന്ത്രിക്കാനുള്ള ചുമതല ഭരണഘടനാദത്തമായിട്ട് ഗവൺമെൻറ്റിനുണ്ട്, റിസർവ് ബാങ്കിനുണ്ട്, എല്ലാവർക്കുമുണ്ട്. അതാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ കേരളം മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു കാര്യം. ഇപ്പോഴും സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ തരാം. പക്ഷേ അത് അടുത്ത വർഷത്തെ കണക്കിൽ പെടും. കാരണം ഈ വർഷം CAG നൽകിയ കണക്കനുസരിച്ച് കേരളത്തിന് കൊടുക്കാൻ പണമില്ല. അതൊരു വസ്തുതയല്ലേ? ആ വസ്തുത അംഗീകരിക്കാതെ കേന്ദ്ര സർക്കാരിന് ഒരു നിലപാടെടുക്കാൻ പറ്റുമോ? കേരളത്തിൻ്റെ കടമുണ്ട്. ഇപ്പോൾ ഞാനും അഭിലാഷും തമ്മിൽ, അല്ലെങ്കിൽ ഞാനും അനിൽകുമാറും തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് നിക്കക്കളിയില്ല, അനിലെ കുറച്ച് പൈസ തരണമെന്ന് പറഞ്ഞ പോലെ കേന്ദ്രത്തിന് കേരളത്തിനെ സഹായിക്കാൻ പറ്റുമോ? അതിനൊരു ഭരണഘടനാദത്തമായ സംവിധാനമില്ലേ? അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും അതിൻ്റെ പേരിൽ കോടതിയിൽ പോകാനും സമരം നടത്താനുമുള്ള അവകാശം CPM-നുണ്ട്. അത് അവർ നടത്തട്ടെ. ഞാൻ ഇതേ സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇനിയെങ്കിലും കുറച്ചുകൂടി ചിട്ടയോടുകൂടി സാമ്പത്തിക അച്ചടക്കത്തോടുകൂടി നമ്മുടെ സ്ഥിതി പരിശോധിക്കാൻ മുന്നോട്ട് പോകാൻ ഇവർ തയ്യാറാവണ്ടേ? അതിനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? അതിന് ഇല്ല എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഇവർ പ്രഖ്യാപിച്ച പെൻഷൻ പുനഃപരിശോധിക്കും എന്ന് പറയുന്ന കാര്യം. ഇവർ LDF ഗവൺമെൻറ് കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ പങ്കാളിത്ത പെൻഷൻ മാറ്റും, പഴയ പെൻഷൻ സംവിധാനം തിരികെ കൊണ്ടുവരുമെന്ന്. സർക്കാർ ഓഫീസുകളിലൊക്കെ പ്രകടനം നടത്തി CPI-ക്കാർ, INTUC-ക്കാരുടെ കോൺഗ്രസിൻ്റെ യൂണിയൻകാർ സമരം നടത്തി പെൻഷൻ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട്. അന്ന് ഇവർ തിരിഞ്ഞു നിന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സർക്കാർ ജീവനക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു കമ്മിറ്റിയെ വെച്ചത്? ഇപ്പോഴത്തെ നിലയ്ക്ക് പെൻഷൻ പഴയ നിലയിലുള്ള പെൻഷനും കൂടി കൊടുക്കേണ്ടി വന്നാൽ ഈ കേരളത്തിൻ്റെ സ്ഥിതി എന്താവും? ഞാൻ ഒരു കണക്കൂടി അഭിലാഷിൻ്റെ മുമ്പിൽ വച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇതും പബ്ലിക് ഡൊമൈനിലുള്ള സർക്കാരിൻ്റെ കണക്ക് തന്നെയാണ്. 2012-13 ശമ്പളം ഇനത്തിൽ നമുക്ക് ചിലവാക്കേണ്ടി വന്നത് 17,257 കോടി രൂപയാണ്. 2021 അത് 39,643 കോടി, അതായത് 2 ഇരട്ടി കൂടുതലായി. പെൻഷൻ 8,867 കോടിയായിരുന്നെങ്കിൽ 23,342 കോടിയായി, 3 ഇരട്ടിയായി.
ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പെൻഷൻ വീണ്ടും പരിഷ്കരിച്ച് എന്തായാലും ഒന്നില്ലെങ്കിൽ ഇവർ പെൻഷൻ കുറയ്ക്കാൻ തീരുമാനിക്കും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് അതിന് പോലും ശ്രമിക്കാതെ പറഞ്ഞില്ല. പുനരാലോചിക്കും പുതിയ ഒരു മാർഗം അഷ്വേർഡ് പെൻഷൻ സ്കീം എന്നുള്ളതേ ഉള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് മടങ്ങിപ്പോവും എന്ന് പറയാൻ എന്തായാലും സർക്കാർ തയ്യാറായിട്ടില്ല.